അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. പെട്ടെന്നും പൊടുന്നനെയും അല്ലാതെയും നമ്മുടെ മക്കൾ നിരന്തരം ഇങ്ങനെ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പടച്ച റബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ. 2 മക്കൾ മരണപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചു മുന്നേ കിട്ടിയ ഒരു വാർത്ത, സഹീദ് എന്ന ഈ ഒരു വിദ്യാർത്ഥിയുടെ മരണം ഈ ഒരു വോയിസിലൂടെയാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, നമ്മളെ കുളത്തിൽ ഓണക്കാട് ഭാഗത്തു നിന്ന് ഒരു കുട്ടി കുളിക്കാൻ വന്ന് 4 കുട്ടികളെ വന്നിരുന്നത്. 3 കുട്ടികൾ ചൂണ്ട ഇടുകയാണ്, ഒരു കുട്ടി കുളിക്കുകയായിരുന്നു. അതിൻ്റെ അടിയിൽ ഒരു കുട്ടി വെള്ളത്തിൽ താന്ന് ഇപ്പോൾ മരണപ്പെട്ടിട്ടുണ്ട്. ഒപ്പമുള്ള ചൂണ്ടയിടുന്ന കുട്ടികൾ അത് കണ്ടിട്ട് പോലുമില്ല. പിന്നെയാണ് കുട്ടികൾ വെള്ളത്തിൽ കിടക്കുമ്പോൾ കാണുന്നത്. പിന്നെ അതിൽ കൂടി ആരാ പോകുന്ന സമയത്ത് അവരെ അറിയിച്ച് വെള്ളത്തിൽ നിന്നെടുത്ത് ദയ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ കുട്ടി മരിച്ചിരിക്കണം. ഏതായാലും ആ മാതാപിതാക്കൾക്ക് അള്ളാഹു ക്ഷമ കൊടുക്കട്ടെ. അപ്പോൾ ഇനി നമ്മളെ നാട്ടിലുള്ള എല്ലാവരോടും പറയാനുള്ളത്, 4 കുട്ടികൾ ഒരുമിച്ച് വന്നതാണ്. 3 കുട്ടികൾ അപ്പുറത്തുനിന്ന് ചൂണ്ടിടുന്നുണ്ട്. എന്നിട്ട് പോലും ഈ കുട്ടീൻ്റെ അവസ്ഥ മറ്റുള്ളവർ കണ്ടിട്ടില്ല. പള്ളിക്കലാണെങ്കിൽ ഒരാളില്ല, പള്ളീൻ്റെ പരിസരത്ത് ഒരാളില്ല. ഇങ്ങനത്തെ അവസ്ഥയാണ്. അതുകൊണ്ട് പള്ളിക്കുളത്തേക്ക് ചൂണ്ടിടാൻ വരുന്ന കുട്ടികളിൽ കുളിക്കാൻ വരുന്നവരൊക്കെ രക്ഷിതാക്കൾ നല്ലോണം ശ്രദ്ധിക്കണം. പറഞ്ഞേക്കാതിരിക്കുക പരമാവധി. നമ്മൾ ആദ്യം മഹൽ ഗ്രൂപ്പിലൊക്കെ അത് പറഞ്ഞതാണ്, പറഞ്ഞേക്കരുത്. അപ്പം അടുത്തൊന്നും ഇങ്ങനത്തെ ഒരു മുസീബത്ത് നമ്മളെ കുളത്തിലോ നാട്ടിലോ ഉണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് എല്ലാവരും നല്ല ശ്രദ്ധിക്കുക. നമ്മളെ ഉമ്മമാരോടും സഹോദരിമാരോടും കുട്ടികളെ രക്ഷിതാക്കളോടൊക്കെ പറയുക. അതുകൊണ്ട് നമ്മളെ മക്കളാണ്, ഒന്ന് സംഭവിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അവസ്ഥ അറിയുള്ളൂ. ഏതായാലും എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ കുട്ടി ജയ ഹോസ്പിറ്റലിൽ നിന്ന് തിരൂർക്ക് കൊണ്ടുപോകുന്ന പരിപാടിയിലാണ്. ഇതിപ്പോൾ മക്കളെ ആരും പറഞ്ഞയക്കുന്നില്ല. ഇപ്പോഴത്തെ മക്കളോട് പറഞ്ഞാലും കേൾക്കുകയില്ല. അവരവരുടെ ഇഷ്ടത്തിന് അവർ പോകുന്നതാണ്. സമയമാകുമ്പോൾ പടച്ച റബ്ബ് ഓരോന്ന് തോന്നിപ്പിക്കുക. 4 മക്കൾ ചൂണ്ടയിടാൻ പോയതാണ്. അതിൽ 3 കുട്ടികൾ ചൂണ്ടയിടുന്നുണ്ട്. ഈ കുട്ടിക്കാണ് അതിൽ കുളിക്കാൻ തോന്നിയത്. പള്ളിക്കുളത്തിൽ സാധാരണ ഈ സമയത്ത് ആരും ഉണ്ടാവില്ല. ആരുമില്ലാത്ത സമയത്താണ് ഇങ്ങനെയുള്ള മക്കളൊക്കെ പോകാറ്. ഒരു മാതാപിതാക്കളും മക്കളെ ചൂണ്ടയിടാനോ തനിച്ച് കുളത്തിൽ നീന്താൻ പോകാനോ വിടത്തില്ല എന്ന് എനിക്കും നിങ്ങൾക്കൊക്കെ അറിയാം. നമുക്കൊക്കെ മക്കളുള്ളതാണ്. 3 കുട്ടികൾ അവിടെ മീനെ പിടിക്കുമ്പോൾ ഈ കുട്ടിക്ക് കുളിക്കാൻ തോന്നി. ഈ കുട്ടി കുളിക്കുകയാണ്. കുളിക്കുന്നതിനിടയിൽ മുങ്ങി. അവിടെ ആരുമില്ല. ഈ 3 കുട്ടികളും കണ്ടില്ല, 3 കുട്ടികളും ശ്രദ്ധിച്ചില്ല. മരണം എന്നുള്ളത് പടച്ച റബ്ബിൻ്റെ കഥയാണ്. അതിനെ തടയിടാൻ നമുക്കാവില്ല. ഈ വിവരം അറിയുമ്പോഴുള്ള ആ മാതാപിതാക്കളുടെ അവസ്ഥയാണ് നമുക്ക് സഹിച്ചുകൂടാൻ പറ്റാത്തത്. പടച്ച റബ്ബ് ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും കൊടുക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെല്ലാവരും ആ മാതാപിതാക്കൾക്ക് ക്ഷമ നൽകാൻ എല്ലാവരും ദുആ ചെയ്യണം. നമുക്കിപ്പോൾ ദുആ ചെയ്യാനേ പറ്റുള്ളൂ. മക്കൾ മരണപ്പെട്ടാലുള്ള മാതാപിതാക്കളുടെ അവസ്ഥ നമുക്കൊക്കെ അറിയാവുന്നതാണ്. അങ്ങനെയുള്ള മാതാപിതാക്കളെ നമ്മൾ തൊട്ടറിഞ്ഞതാണ്. മക്കൾ നഷ്ടപ്പെട്ട ഒരുപാട് മാതാപിതാക്കൾ ഇന്ന് എനിക്കറിയാവുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിലെ ആ ഉപ്പയുടെ മാനസിക നില തന്നെ തെറ്റിയ അവസ്ഥയിലാണ്. ഇതുപോലെ എത്രയെത്ര മാതാപിതാക്കൾ ഉണ്ടാകും മക്കൾ നഷ്ടപ്പെട്ട. പടച്ച റബ്ബ് ആ പൊന്നുമോന് സ്വർഗീയ പൂങ്കാവനം തുറന്നു കൊടുക്കുമാറാകട്ടെ. ആമീൻ. ഓരോ മരണങ്ങളും നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുമ്പോൾ ഒരുപാട് വേദനയാണ്, ഒരുപാട് പ്രയാസമാണ്. നമുക്കൊക്കെ മക്കളുള്ളതല്ലേ. ഇതുപോലുള്ള മരണങ്ങൾ ഒരുപാട് നമ്മൾ കണ്ടതാണ്, സഹിച്ചതാണ്. എന്നിട്ട് ഈ മക്കൾ എന്തെങ്കിലും പഠിച്ചോ? ഇല്ല. ആ മോൻ ഇന്ന് മുങ്ങി മരണപ്പെടുമെന്ന് ആ മോന് തോന്നിയിട്ടുണ്ടോ? ഇല്ല. പടച്ച റബ്ബിൻ്റെ വിധിയാണ്, പടച്ച റബ്ബിൻ്റെ കഥയാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. നമ്മുടെ മരണം ഒരു ആത്മഹത്യ പോലെ ആവരുത്, ആത്മഹത്യക്ക് തുല്യമാകരുത്. അതിനാണ് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. മരണത്തിലേക്ക് നമ്മൾ എടുത്തു ചാടരുത് എന്ന്. ചെറിയ മക്കളാണ്, അബദ്ധത്തിലും അപകടത്തിലും ഒക്കെ പെടാം. നമ്മൾ അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക. 5 നേരം മക്കളുടെ ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുക. നമ്മൾ എല്ലാ വീഡിയോകളിലും പറയുന്നതാണ്. നമ്മുടെയൊക്കെ ജീവിതം ജീവനും നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. അതല്ല എന്ന് ഒരു മാതാപിതാക്കൾക്കും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പടച്ച റബ്ബിനോട് ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുക. ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ പടച്ച റബ്ബിൻ്റെ ഒരു സംരക്ഷണ വലയം നമ്മുടെ മക്കളിൽ ഉണ്ടാകും. പടച്ച റബ്ബ് നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ആമീൻ. ഒരുപാട് ഇതുപോലുള്ള മരണങ്ങൾ നമ്മൾ കണ്ടതാണ്, നമ്മൾ അറിഞ്ഞതാണ്. അവരുടെയൊക്കെ വേദനയിൽ നമ്മൾ പങ്കുചേരുന്നതാണ്. അവരുടെയൊക്കെ വേദന നമുക്ക് അറിയാവുന്നതാണ്. അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്തിട്ടുമുണ്ട്. ഇവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം പ്രിയപ്പെട്ടവരെ. ആ കുടുംബത്തിലെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. പടച്ച റബ്ബ് അവർക്ക് ക്ഷമിക്കാനുള്ള സഹനശക്തി കൊടുക്കുമാറാകട്ടെ. ഈ ഒരു വാർത്ത കേട്ടപ്പാടെ നെഞ്ചുന്നൊരു ഇടിപ്പാണ്.
എന്നുവെച്ചാൽ എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു 9 വയസ്സുള്ളൊരു കുട്ടി ഇതുപോലെ സ്കൂള് അവധി ദിവസം പുഴക്കരയിൽ ഇങ്ങനെ കളിക്കാൻ വന്നതായിരുന്നു. അതിലൊരു മോന് ആ പുഴയിലേക്ക് വീണു പോവുകയാണ്. കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ പേടിച്ചങ്ങ് ഓടി. ആ കുട്ടികൾ ആരെങ്കിലും വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ആ മോന് രക്ഷപ്പെട്ടേനെ. ചെറിയ മക്കളായതുകൊണ്ട് തന്നെ പേടിച്ചോടി. ഈ കുഞ്ഞങ്ങ് മുങ്ങിപ്പോയി. വീട്ടിൽ നിന്ന് ഉമ്മ മോന് ചായ ഉണ്ടാക്കി കാത്തു നിൽക്കുകയായിരുന്നു. ആ പാവം ഉമ്മ കാണാത്തത് കൊണ്ട് കൂടെ കളിച്ച കുട്ടികളോട് ചോദിച്ചതാ കുട്ടിയെ കണ്ടിനോ എന്ന്. അപ്പോഴാണ് കുട്ടികൾ ഇങ്ങനെ പറഞ്ഞത് ആ പുഴയിൽ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഉമ്മയുടെ അവസ്ഥ എന്തായിരിക്കും? ഉപ്പയെ വിളിച്ചു പറഞ്ഞു. ആ മനുഷ്യന് എന്താ ചെയ്യണ്ടേ എന്ന് മനസ്സിലാകുന്നില്ല. നമ്മളൊക്കെ അത് നേരിട്ട് കണ്ടതാ. ആ സമയത്ത് ആ പുഴയുടെ കരയിൽ നിന്നും ആ ഉപ്പയുടെ അവസ്ഥ നേരിട്ട് കണ്ടതാണ്. പൊട്ടിക്കരഞ്ഞു പോയതാണ്. അവിടെയുള്ള നല്ലവരായ നാട്ടുകാരൊക്കെ പരിശ്രമിച്ച് ആ പൊന്നുമോൻ്റെ മയ്യത്ത് ആ പുഴയിൽ നിന്നും എടുത്തു കൊണ്ടുവരുമ്പോഴുള്ള ആ ഒരു നിലവിളി ആ പുഴക്കരയിൽ ആകെ ഉണ്ടായിരുന്നു. ആളുകൾ മൊത്തം കരയുകയായിരുന്നു. ആ ഉമ്മ ആ മോനെ പുറത്തൊന്നും വിടാറില്ല. എന്തോ ആ മോനെ അങ്ങനെ തോന്നി. കുട്ടികളോടൊപ്പം പുഴക്കരയിൽ കളിക്കുകയും ആ പുഴയിൽ തെന്നി വീഴുകയും മരണപ്പെടുകയും ചെയ്തു. ഇന്നും ആ വീട്ടിലുള്ള അവസ്ഥ എനിക്കറിയാവുന്നതാണ്. ആ ഉപ്പ ആ പൊന്നുമോൻ്റെ ഖബറിനരികിൽ ചെന്നിട്ട് ആ മോനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ്. ഉപ്പ പറയാണ്, മോൻ ജയിച്ച് ഉപ്പ തോറ്റു എന്ന്. എന്നോട് പറയാതെ പോയതല്ലേ, അതുകൊണ്ട് നീ ജയിച്ചു എന്ന്. അപ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കും ഓരോ കുടുംബത്തിലെയും അവസ്ഥ. ആ ഉപ്പയുടെ മാനസിക നില തന്നെ തെറ്റിയ അവസ്ഥയിലാണ്. അപ്പോൾ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദുആ ചെയ്യാം. ഈ ഒരു കുട്ടി ഒഴൂർ സ്വദേശിയാണ്. സഹീദ് അൻവർ എന്ന പൊന്നുമോന് മരണപ്പെട്ടിരിക്കുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ കുട്ടി കുളത്തിൽ വീണത് ആരും കണ്ടിട്ടുമില്ല. ആ കുളക്കരവിലാണെങ്കിൽ ആരും ഉണ്ടായിട്ടുമില്ല. ആകെ ഉള്ളത് ഈ 3 കുട്ടികളാണ്. അവരാണെങ്കിൽ ശ്രദ്ധിച്ചതുമില്ല. ഇതാണ് അവസ്ഥ. പിന്നെ നിങ്ങളെ അറിയിക്കാനുള്ളത് ഈ ഒരു തങ്കക്കുടം പോലുള്ള ഒരു പൊന്നുമോൻ്റെ മരണം. ഈ കുട്ടിക്ക് പാൽ തൊണ്ടയിൽ കുടുങ്ങിയതാണെന്ന് കരുതിയിട്ട് ഉടനെ ചെന്നിക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിച്ചു. എന്നാൽ സ്ഥിതി വളരെ മോശമായതിനെ തുടർന്ന് പത്തനംതിട്ടയിലെ ജനറൽ ആശുപത്രിയിലേക്കും എത്തിച്ചു. ആശുപത്രിയിലേക്ക് എത്തിച്ചു എങ്കിലും ആ കുട്ടിയുടെ മരണം സംഭവിക്കുകയായിരുന്നു. അങ്ങനെ വിദഗ്ധ പരിശോധനയിലാണ് ഈ കുട്ടി പാല് തൊണ്ടയിൽ കുടുങ്ങിയല്ല മരണപ്പെട്ടത് എന്ന് അറിയാൻ കഴിഞ്ഞത്. കപ്പലണ്ടി തൊണ്ടയിൽ കുടുങ്ങിയാണത്തെ ഈ പൊന്നുമോന് മരണപ്പെട്ടു പോയത്. സുബ്ഹാനല്ലാഹ്. കുട്ടി ചിലപ്പോൾ എവിടുന്നെങ്കിലും എടുത്ത് കഴിച്ചതായിരിക്കാം. 1.5 വയസ്സ് മാത്രമല്ല പ്രായമുള്ളൂ. മുതിർന്നവരാരും കൊടുത്തതായിരിക്കില്ല. കുട്ടികൾ ചിലപ്പോൾ താഴെ നിന്നൊക്കെ എടുത്ത് കഴിച്ചേക്കും. അങ്ങനെ ഈ കുട്ടിയുടെ അവസ്ഥ കണ്ടിട്ടാണ് പാല് തൊണ്ടയിൽ കുരുങ്ങിയതായിരിക്കുമെന്ന് കരുതി ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിൽ എത്തിച്ചതും ആ കുട്ടി മരണപ്പെട്ടിരുന്നു. അങ്ങനെ വിദഗ്ധമായ പരിശോധനയിലാണ് കുട്ടിയുടെ തൊണ്ടയിൽ കപ്പലണ്ടി കുരുങ്ങിയതാണെന്ന് മനസ്സിലായത്. സുബ്ഹാനല്ലാഹ്. ആ മാതാപിതാക്കൾക്ക് പടച്ചറബ്ബ് ക്ഷമയും സമാധാനവും കൊടുക്കുമാറാകട്ടെ. ഊന്നുക്കൽ പന്നിക്കുഴി തൃക്കുന്ന മുരിപ്പ് സതി വീട്ടിൽ സാജൻ സോഫി ദമ്പതികളുടെ ഏക മകനായ സായി എന്ന ഈ പൊന്നുമോനാണ് മരണപ്പെട്ടു പോയത്. പടച്ചറബ്ബ് എല്ലാ മാതാപിതാക്കൾക്കും ക്ഷമയും സമാധാനവും കൊടുക്കുമാറാകട്ടെ. പടച്ചറബ്ബ് ചോദിച്ചാൽ നമുക്ക് എല്ലാം തരുമെന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ട്. പക്ഷെ അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ. പടച്ചറബ്ബ് നമുക്ക് നല്ലത് ചെയ്തു തരുന്നവനാണ്. അപ്പോൾ ഒരു സങ്കടത്തിൽ എന്തെങ്കിലും പടച്ചറബ്ബ് നമുക്കൊരു സന്തോഷം കണ്ടെത്തി തരും. ചിലപ്പോൾ ആ മരണം ആ മക്കൾക്ക് നല്ലതായിരിക്കാം, അല്ലെങ്കിൽ ആ കുടുംബത്തിന് നല്ലതായിരിക്കാം. പടച്ചറബ്ബ് കാരുണ്യവാനാണ്. പടച്ചറബ്ബ് നമുക്കൊക്കെ നല്ലത് മാത്രമേ തരികയുമുള്ളൂ. പിന്നെ നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്, ചിന്തിക്കാനുള്ള കഴിവും തന്നിട്ടുണ്ട്. നമ്മളൊക്കെ ചിന്തിക്കുക, ബുദ്ധി ഉപയോഗിക്കുക, ശ്രദ്ധിക്കുക. അത് നമ്മൾ തീർച്ചയായും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. പടച്ചറബ്ബ് മരണപ്പെട്ട എല്ലാ മക്കൾക്കും സ്വർഗീയ പൂങ്കാവനം തന്നെ തുറന്നു കൊടുക്കുമാറാകട്ടെ. അർഹമുറാഹിമായ റബ്ബെ, പടച്ചറബ്ബെ, ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ. ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും എല്ലാ മക്കളെയും നീ കാക്കണേ റബ്ബെ. എല്ലാവരെയും നീ കാക്കണേ റബ്ബെ. എല്ലാവരെയും തൊട്ട് നീ കാക്കണേ റബ്ബെ. പടച്ചറബ്ബെ, കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് എല്ലാവരെയും കാക്കണേ റബ്ബെ. ആ കുടുംബത്തിന്, ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ. മക്കളില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് തരലേ റബ്ബെ. ഒരുപാട് മാതാപിതാക്കളുടെ മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ. അവർക്കൊക്കെ നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ.
ഇനി മുന്നോട്ടുള്ള ജീവിതം നീ സന്തോഷത്തിലും റാഹത്തിലും ആക്കി കൊടുക്കണേ റബ്ബേ. പഠിച്ച റബ്ബേ, നമ്മുടെ മക്കളെയൊക്കെ നീ തന്നെ കാക്കണേ റബ്ബേ. പഠിച്ച റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, മരണപ്പെട്ടവർക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവർക്ക് യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക. പ്രത്യേകിച്ച് ആ കുടുംബത്തിന്, ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.